ഹലോ ഓൾ, ഇറ്റ്സ് മീ ഗൗതം. വെൽക്കം ടു ക്യാമ്പസ് സെർച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളാക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡിലാക്കാനും കുറച്ചുകൂടി ടെക്നോളജീസ് അപ്ഡേറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളും അല്ലെങ്കിൽ AI എങ്ങനെയാണ് വേരിയസ് ഇൻഡസ്ട്രികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI മനുഷ്യനിർമ്മിത ബുദ്ധിയിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാർ തന്നെ കണ്ടുപിടിച്ചൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ പ്രോഗ്രാം. അതൊന്നും എടുക്കാം. ഹ്യൂമൻ ഇൻ്റലിജൻസ് മെഷീനിലേക്ക് എത്തിച്ച് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഇമേജ് റെക്കഗ്നൈസേഷൻ, ട്രാൻസ്ലേഷൻ, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിലവിൽ 2 ടൈപ്പ് AI ആണ് ലോകത്തുള്ളത്, നാരോ AIയും ജനറൽ AIയും. ഇതിൽ നാരോ AI കുറച്ച് വീക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് ടാസ്കുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അലക്സ, സിരി, ചാറ്റ് ബോക്സ് തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ ജനറൽ AI നാരോയുടെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തികച്ചും സ്ട്രോങ് ആയിട്ടാണ്. മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏത് ഇൻ്റലിജൻസ് ടാസ്കും ജനറൽ AIക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ജനറൽ AIയുടെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് പൂർത്തിയായിട്ടില്ല. AI ഇന്ന് ലോകത്തിൻ്റെ പല മേഖലകളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻസ് തുടങ്ങിയ നിരവധി മേഖലകളിൽ AIയുടെ സാന്നിധ്യം അല്ലെങ്കിൽ AIയുടെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫിനാൻസിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് റിസ്ക് അസസ്മെൻ്റ് ആയും ട്രാൻസ്പോർട്ടേഷനിൽ സെൽഫ് ഡ്രൈവ് കാറുകളായിട്ടൊക്കെ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഫ്യൂച്ചർ ടെക്നോളജിയാണ്. നമ്മൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് നല്ല കോഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലൊരു ചോയ്സ് ആയിരിക്കും. 3 ഇയർ ഡ്യൂറേഷനാണ് ഈ കോഴ്സിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഴ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ള ചില സിലബസുകളെ പറ്റി നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, റോബോട്ടിക്സ്, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് AI എന്നിവയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള ചില സിലബസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ AIനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കോഴ്സുകളുമായിട്ട് നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ഇറ്റ്സ് മീ ഗൗതം സൈനിങ് ഓഫ് ഫ്രം ക്യാമ്പസ് സെർച്ച്.